ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. അത് കാട ഫ്രൈ ചെയ്തിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണ്. ഈ ചിക്കൻ ബിരിയാണി തിന്ന് മടുത്തിട്ടുള്ളവർക്ക് ഈ കാട ബിരിയാണി ഒരു ചേഞ്ച് ആവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ കാട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 6 പീസ് ഉണ്ട്. ഇത് കട്ട് ചെയ്യാതെ ഫുൾ കാട തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. അപ്പം മസാല തേക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമുക്ക് സൈഡിൽ വെക്കാം. ഇനി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇടുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടിയിടാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടാം കേട്ടോ. ഉപ്പ് എപ്പോഴും കുറച്ച് മുമ്പിലായിട്ട് നിൽക്കണം, എന്നാലാണിത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ലെമൺ ജ്യൂസ്, ഒരു ചെറിയ നാരങ്ങയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാട ഫ്രൈ ചെയ്യുമ്പോൾ കളർ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു നുള്ളു കളറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ടു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാട ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാല ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ മാരിനേറ്റ് ചെയ്ത കാട റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഓയിൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ഇതിലേക്ക് ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. കാട ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്ത് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ബിരിയാണിക്കുള്ള അരി എടുക്കുക കേട്ടോ. ജീരകശാല റൈസാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് 3 കപ്പ് ഉണ്ട്, 3/4 കിലോ. ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/2 മണിക്കൂർ വെക്കണം. ഒന്ന് 1/2 മണിക്കൂർ സൈഡിലിരിക്കട്ടെ. ഈ സമയത്ത് കാടയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. പൊടിയാത്ത രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ആദ്യം കുക്ക് ചെയ്തതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കാടയുടെ മറ്റേ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കടായിൽ നിന്നും മാറ്റുവാണ്. 2 സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ആവണം കേട്ടോ. എന്നിട്ട് ഈ ഓയിൽ ഉണ്ടല്ലോ, ഇത് അധികമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാറ്റുവാണ്. ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ട് ആ ഓയിലിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ആഡ് ചെയ്യാം. ഈ കാടയ്ക്ക് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. 2 സവാള ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 5 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റുന്നതനുസരിച്ചാണ് മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
പിന്നെ ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ഉണ്ട്. അതും കൂടി ആഡ് ചെയ്തു. അതുകൂടി ആഡ് ചെയ്തിട്ട് ആ പച്ചച്ചുവ മാറും വരെ ഒന്ന് വഴറ്റണം. ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിൻ്റെയും പച്ചച്ചുവ മാറണം കേട്ടോ. നന്നായിട്ട് അതിനൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ട് സവാളയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ആ ഓയിലിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ അതിനനുസരിച്ച് ബിരിയാണിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ആക്കിയെടുത്താലും മതി കേട്ടോ. ചെറുതായിട്ട് എടുക്കുമ്പോൾ വേഗം ഒന്ന് കുക്കായിട്ട് വരും മസാലയെല്ലാം. അതുകൊണ്ടാണ് തക്കാളി ഞാൻ ഇത്രയും ചെറുതാക്കി ഇട്ടത്. പിന്നെ ഉപ്പിൻ്റെ കല്ലാണ് ഞാൻ ഇടുന്നത്. മസാലക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മല്ലിയില ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ കിട്ടുന്ന മല്ലിയില അധികം മണമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. പിന്നെ പുതിനയിലയും ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ആ മസാല എല്ലാം കൂടി ഒന്ന് കുക്കായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം കേട്ടോ. ഈ സ്റ്റേജിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 സവാള മുമ്പ് ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ബിരിയാണിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഇതുപോലെ ഉപയോഗിക്കാം. ഇതുപോലെയുള്ള കവറിലോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ സൂക്ഷിക്കണം കേട്ടോ. നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം ഫ്രീസറിൽ വെക്കുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാടയും കൂടി ആഡ് ചെയ്യാം ഈ മസാലയിൽ. എന്നിട്ടിത് പൊടിയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനേ പാടുള്ളൂ. മസാല ഓൾറെഡി റെഡി ആയതാണല്ലോ. കാടയിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാല റെഡിയാവും. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് നേരേ വേണ്ടുള്ളൂ കേട്ടോ. ആ സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കുന്നതിന് വേണ്ടി തിളച്ച വെള്ളം ഞാൻ ഒരു കടായിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടാനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ. കൂടുതൽ എടുക്കണം, കുറവാവരുതെന്നേ ഉള്ളൂ. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബേ ലീഫ് 2 എണ്ണം, പിന്നെ പട്ടയുടെ പീസ് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ കറിയാമ്പൂ ഒരു 5 എണ്ണം, പിന്നെ തക്കോലം 1, ഏലക്ക ഒരു 4ഓ 5ഓ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഉപ്പും ഈ മസാലകളും എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരിയുണ്ടല്ലോ, അത് ഞാൻ സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം തിളക്കുന്ന സമയത്തെ അരി ഇടാൻ പാടുള്ളൂ കേട്ടോ. അരി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കണം. ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നും ബേ ലീഫ് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. കുറേ സ്പൈസസ് പോലെ തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരു 90% ചോറ് കുക്കാവണം. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ 90% ചോറ് കുക്കായിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളം കളയുന്നതിന് വേണ്ടി ഒരു സ്ട്രെയിനറിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ദമ്മിടുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ,
അതിൻ്റെ പകുതി ഭാഗം ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഒന്ന് എല്ലായിടും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ഞാൻ 3 കാടയാണ് ഇപ്പോൾ ഈ ലെയറിൽ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ മസാലയും കുറച്ച് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയില കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ പുതിനയില അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി ചോറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മസാല ഞാൻ മുകളിലാണ് കേട്ടോ ഇടുന്നത്, ഏറ്റവും ടോപ്പിലുള്ള ലെയറിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇപ്പോൾ ഇട്ട ചോറുണ്ടല്ലോ അത് കുറച്ചിട്ടിട്ട് ഈ മസാല ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സവാളയും ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിരുന്നു, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയാണ്. പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചോറ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിപ്പോൾ 2 ലെയർ ചോറും 2 ലെയർ മസാലയുമാണ് ഉള്ളത്. ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല പെട്ടെന്ന് എടുക്കാൻ പറ്റും, കാടേണ്ടത് അധികം പൊടിയാത്ത രീതിയിൽ. അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ ഒരു ലെയർ ഇങ്ങനെ ഇടുന്നുണ്ട്, ഇതിൻ്റെ മേലെ ചോറിടാണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ടു. പിന്നെ ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ 15 മിനിറ്റ് വെക്കുന്നുണ്ട്, ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലെയർ മസാല മുകളിൽ തന്നെ ഇട്ടത് കൊണ്ട് നമുക്കിതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും, അധികം പൊടിയോ ഒന്നും ചെയ്യാണ്ട്. മസാല ഇതുപോലെ മാറ്റിയിട്ട് ചോറൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.